ഓൺലൈൻ ചാനൽ ചർച്ചയിൽ അല്ലെ ഞാൻ ഇരിക്കുകയുണ്ടായി. അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആൾ കൂടിയാണ് അല്ലെ, അശ്വന്ത് കോക്കിന്റെ കൂടെ ഇരുന്നു. പിന്നീട് അതിൽ പല കമന്റുകളും വന്നു. പല ആളുകളും അത് ധ്യാൻ ഇരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ. ധ്യാൻ അത് ഇരുന്നത് സ്വാഭാവികമായിട്ടത് ഞാൻ ഇരിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, അതോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്നെ പോലുള്ള സുഹൃത്തായിരിക്കും വന്ന് പറഞ്ഞപ്പോൾ കയറിയിരിക്കുന്നു, എന്താണ് അതിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നേരത്തെ വല്ല പ്ലാനിങ് അറിയാമായിരുന്നു? ഇല്ല, തലേ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. തലേ ദിവസമാണ് എന്നുവെച്ചാൽ ആ ഇന്റർവ്യൂ എടുക്കുന്നതിന് അതിന്റെ മുന്നത്തെ ദിവസം എന്നോട് അനൂപിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അനൂപ് പറഞ്ഞു, ചേട്ടാ അശ്വന്ത് നമ്മുടെ പുള്ളി ഇന്റർവ്യൂ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കാരണം ഞാൻ നദികളുടെ പ്രൊമോഷനായിട്ട് ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അതല്ല, അതുമായിട്ട് നമുക്ക് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ല, അപ്പൊ ഒരു ഡിസ്കഷൻ പോലെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായി എനിക്ക് ചർച്ചകളും ഇങ്ങനത്തെ സംവാദമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരാളുടെ മനസ്സറിയുക, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ആ സംവാദത്തിൽ. അല്ല അങ്ങനെ അതൊരു ഡിബേറ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ സൈഡിലുള്ള അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ. പക്ഷെ അശ്വന്ത് വന്ന സമയത്തും ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ല, റെസ്പെക്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മ്യൂച്വൽ ആണ്. അത് പറഞ്ഞ പോലെ അയാളെ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക്, അതൊക്കെ ശരിയാണ്. പക്ഷെ ക്ഷണിച്ച് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനിൽ. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തൊരു പ്ലാനിങ് ഒന്നുമില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ അശ്വന്തിന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം പലപ്പോഴും ഹെൽത്തി അല്ലാന്ന് എനിക്ക് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ലെവൽ വിട്ട് പോകുമ്പോൾ അതൊരു പരിധിയിൽ കൂടുതൽ ആൾക്കാരെ മോക്കിയല്ല, കളിയാക്കുന്ന ഒരു പരിപാടി, ഇൻസൾട്ട്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുമില്ല, ശ്രമം നടത്തിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ അതിന്റെ ഒരു ലൈൻ എനിക്ക് കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ ഭയങ്കര തറപ്പിച്ചത് പറയായിരുന്നു, ഇത് തെറ്റാണെന്നുള്ള രീതി. ഇപ്പോഴും ഞാൻ തെറ്റാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയണ്ടേ, അയാളുടെ ശരി നമ്മുടെ തെറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. ഇത് അയാൾക്കത് ശരിയാണെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീഫെയിമിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ കോടതിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ്, കോടതിയാണ് അത് തീരുമാനിക്കേണ്ട ഡിഫെമേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, സിനിമയുടെ റിവ്യൂ പറയുന്നതൊക്കെ ടോട്ടലി അയാളുടെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേരുകൾ, നല്ലത് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നല്ല റിവ്യൂസ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് അദ്ദേഹം നല്ലതും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും പുള്ളിനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റൂല. കാരണം നല്ല സിനിമകൾ വരുമ്പം നല്ലത് പറയുകയും മോശം വരുന്ന സമയത്ത് പറയുന്ന രീതിയും ഭാഷയും നദികൾ സുന്ദരി മോശമല്ലല്ലോ സിനിമ. അല്ല, ഞാൻ പറയാം അത് അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയൻ അല്ല. ഇപ്പൊ ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചാൽ അശ്വന്തിന്റെ അച്ഛനും അമ്മയും അശ്വനെ കൂട്ടിയിട്ട് പോകും. കാരണം അശ്വന്തിന്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻ തന്നെ ഒരു 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെന്ന് ഞാൻ ഈ സിനിമയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻ. അപ്പൊ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രീതി അല്ലെങ്കിൽ ഇഷ്ടം കിട്ടണമെന്ന് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കിട്ടിയാ കിട്ടി, ഓക്കെ. കാരണം RDXും അല്ലെങ്കിൽ ഇടിപ്പടങ്ങളും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ കണ്ട് ആവേശത്തിൽ കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു ഫാമിലി നാട്ടിൻപുറ സിനിമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രസക്തിയില്ല അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻ കൃത്യമായിട്ട് ഈ പറഞ്ഞ അശ്വന്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രായമുള്ള 30-35 വയസ്സിന് മുകളിലുള്ള ആ പഴയ ജനറേഷൻ അല്ലെങ്കിൽ 90s കിഡ്സ് അല്ലെങ്കിൽ 80s കിഡ്സ്, അവരെയാണ് ഞാൻ കാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 70s ആൾക്കാർ. അപ്പോൾ അത്തരം ഓഡിയൻസിന് ഇത് തീർച്ചയായിട്ടും വർക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അതാണ്. എന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞത്ര മോശം സിനിമയല്ല എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്ക് അത് വർക്കായില്ലെങ്കിൽ അത് പുള്ളിയുടെ മാത്രം ഒപ്പീനിയനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിന് ആള് പേരാതാവോ അല്ലെ ഇത് നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം ആ പടം അഭിപ്രായം വന്നു, അതിന്റെ താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അശ്വന്തിന്റെ ഇതിന്റെ കമന്റ്സിന് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു 10-40-50% ആൾക്കാർ പറയുന്നുണ്ട് പടം കണ്ടു, നല്ലതാണ്. കാണാത്ത ആൾക്കാരാണ് ബോംബ് പിന്നെയും പറയുന്നത്. കണ്ട ഒരാൾ പോലും ഞങ്ങൾക്ക് മിക്സ്ഡ് പോലും അല്ല, ഞങ്ങൾക്ക് വന്ന ആകെ മിക്സ്ഡ് എന്ന് പറയുന്ന അശ്വന്തിന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം അശ്വന്തിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ആ അശ്വന്തിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്
ആ സിനിമ കണ്ട മിക്ക ആൾക്കാരും ആ സിനിമയെ പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ട ആൾക്കാർ, കാണാത്ത ആൾക്കാരാണ് അപ്പോഴും നെഗറ്റീവ് പറയുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും സെല്ലാവുന്നത് നെഗറ്റീവ് വാർത്തകളും ഇതും ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതാണ് സെല്ല് ചെയ്യുന്നത്, അത് സെല്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അതൊരു കൃത്യമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് അതിന് പുള്ളി വളരെ പെറിഫറൽ ലെവലിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇഷ്ടമായില്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഒന്നുമില്ല. അപ്പൊ എനിക്കതിൽ അതിന്റെ ഒരു റിവ്യൂയിങ് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തോന്നി. എനിക്ക് തോന്നിയ ആ റിവ്യൂല് ഇപ്പൊ പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നിയത്. ധ്യാനുമായിട്ടിരുന്ന ഒരു അഭിമുഖം എടുത്തപ്പോൾ അതിനി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം സൂചിപ്പിച്ചതുണ്ടാവുന്ന ചിലപ്പോൾ കമന്റ് വരാം, ചിലപ്പോ വരാം. അല്ല എന്റെ ഒരു ഒപ്പീനിയൻ. അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ. അശ്വന്ത് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അശ്വന്ത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര മോശം സിനിമയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇവിടെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ മാത്രമല്ല, നാദിർ ഷാ തൊട്ടിട്ട് മധുപാൽ സാർ തൊട്ടിട്ട്. അപ്പോ എത്തരത്തിലുള്ള സിനിമയാണെന്നുള്ള ഇങ്ങനൊരു സിനിമ, ഇത് മഹാത്ഭുതം എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. ഒരിക്കലും പക്ഷേ കുറെ കാലത്തിന് ശേഷം കുറച്ച് ചിരിക്കാൻ പറ്റുന്ന നാട്ടിൻപുറ സിനിമയാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അത് നമ്മളും അശ്വന്തിനെ പോലെ ഒരു ഓഡിയനാണ്. എനിക്കും ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇക്കയ്ക്കും ഉണ്ട്. നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കത് ഒരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഒരു 10% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ അവരൊന്നുകിൽ നമ്മളെക്കാളും വളരെ മുകളിൽ അവരുടെ സ്റ്റാൻഡേർഡ് കൂടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മലയാള സിനിമ കാണേണ്ട ആൾക്കാരെ അല്ല, അല്ലെങ്കിൽ അവര് മലയാള സിനിമ കാണുന്നത് നിർത്തണം. കാരണം ഈ സ്റ്റാൻഡേർഡ് കൂടിപ്പോയാലും പ്രശ്നമാണ്. നമ്മൾ നിൽക്കുന്ന നാട്ടും ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരം സിനിമകളും വേണം. ഇവിടെ ഫാമിലിക്ക് സിനിമകൾ വേണ്ടേ, അവർക്ക് കുടുംബത്തോടെ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിയേറ്ററിലും ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് കുടുംബ പ്രേക്ഷകർ ചിരിക്കുന്നു, അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെ. അപ്പോ അത് കാണുമ്പോൾ അവർക്കും വേണ്ടേ സിനിമ. ഒരു അടിപ്പടങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇവിടെ മാസ് ത്രില്ലർ പടങ്ങൾ മാത്രം മതിയോ? കുടുംബ പ്രേക്ഷകർക്കും വല്ലപ്പോഴും പോയി ചിരിക്കാനും അങ്ങനെ നോക്കുമ്പോൾ അത്തരം സിനിമകൾ എവിടെ പോയി കാണുന്നില്ല. കാരണം യങ്സ്റ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കുടുംബ പ്രേക്ഷകർക്കും വേണ്ടേ? കുടുംബ പ്രേക്ഷകർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവർക്കുണ്ടാകും, അതുണ്ടാക്കുന്ന ഒരു മൈലേജ് ഭീകരം. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി ഇന്നലെ തൊട്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു റിവ്യൂ കൊണ്ട് ഈ സിനിമ ബാധിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ റിവ്യൂ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അത് അയാളുടെ കംപ്ലീറ്റ്ലി അയാളുടെ ഒപ്പീനിയൻ ആണ്. കാരണം അയാൾ കാശ് കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ തുറന്നു. ഞാനത് എപ്പോഴും റിവ്യൂ ചെയ്യുന്ന തെറ്റില്ല, തെറ്റും ശരിയും തിരിച്ചു. പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ എപ്പോഴും അതിന് നമുക്കും അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയെ പറ്റി പറയുന്നതിൽ സിനിമയെ പറ്റി പറയാലോ, സിനിമയെ പറ്റി ചർച്ച ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൾട്ടിലോട്ട് കിടക്കുമ്പോഴാണ് അതിനൊരു ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോട്ട് പോകുന്നത്. ഒരു സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ചു, സംഘടനകൾ ഇടപെടേണ്ടതാണോ? അങ്ങനെ ഒരു വിഷയമല്ല. ഇത് വ്യക്തിഹത്യ മിക്കവാറും ഇപ്പൊ ഇക്കനെ വിളിച്ചതടക്കം കൃത്യമായിട്ട് അതൊരു വളരെ മോശം പ്രയോഗമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ ഡിഫെയിമിംഗ് ആണ് ആ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എന്നല്ല, 2-3 വർഷമായി നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ അശ്വന്തിനെ ആരും വിളിച്ചിട്ടുണ്ട്, അശ്വന്ത് പരാതി കൊടുക്കില്ല, തീർച്ചയായിട്ടും കൊടുക്കില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള അതിനൊരു ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല ഇത് എവിടെയും പറയുന്നതായിട്ട്. കാരണം അത് പറയേണ്ട സമയമായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, ഞാൻ പറയേണ്ട സമയത്തിന് അതിന്റെ മുന്നോട്ടുള്ള യാത്രയും ഞാൻ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ. അത്തരം ഇൻസൾട്ടിനോട് അത് ആര് ഏത് സ്റ്റാൻഡേർഡ് ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും എന്ത് ചെയ്യുന്ന ആളാണ് ഒരു ഇൻസൾട്ട്, ഇത്തരം ഇൻസൾട്ടുകൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സിനിമ റിവ്യൂ കിട്ടെ, സിനിമയുടെ പ്രോസും കോൺസും ഒക്കെ പറയാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അശ്വന്തിന്റെ റിവ്യൂവിനെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വ്യക്തിഹത്യ മോശം എന്നല്ല, അത് അത് എന്താ പറയുക, ഒഫൻസ് ആണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ആക്ച്വലി. അല്ല, അങ്ങനെയുള്ള ഒരാളുകളുടെ കൂടെ ഇരുന്നപ്പോൾ ഞാനും ഒരു നെഗറ്റീവ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ആ വ്യക്തി അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് പോകാനുള്ള കാരണം തന്നെ, ഞാൻ വ്യക്തിഹത്യ ഒരു സൈഡിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി ചെയ്യുന്നതിന്റെ എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. പുള്ളി ചെയ്യുന്ന റിവ്യൂയിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ശൈലിയോട് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പലതും പുള്ളി ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. സാധാരണ ഇല്ല, ഞാൻ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 2 വശങ്ങളുണ്ടല്ലോ ഇതിന്. ചില സിനിമകളോട് എന്ന് വെച്ചിട്ട് പുള്ളി ഭീഷ്മവർമ്മയോട് ഇഷ്ടപ്പെട്ടില്ല, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. പുള്ളി പ്രണയവിലാസത്തിനെ പറ്റി ആ സിനിമ ഓടിയ സിനിമയാണ്. അപ്പോൾ പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില സാധനങ്ങൾ പുള്ളി പറയുന്നതിനോട് രസകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. കൃത്യമായിട്ട് എനിക്കൊരു പ്ലാൻ അല്ല, എനിക്ക് 1-2 കാര്യങ്ങൾ
തുറന്നടിച്ച് പുള്ളിനെ അധിക്ഷേപിക്കാനുള്ള ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു. അത് കാരണം അതും ഞാനും പുള്ളിയും തമ്മിൽ വ്യത്യാസമില്ലാതെ, തീർച്ചയായിട്ടും അല്ല ഞാനും പുള്ളിയും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഇപ്പൊ അങ്ങനെ ഇൻസൾട്ടിങ് ലെവലിലോട്ട് എനിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയും തൊടാതെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അത് കൊള്ളേണ്ട പോലെ കൊണ്ടിട്ടുമുണ്ട്, ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. പുള്ളിക്ക് അങ്ങനെ റെസ്പോൺസിബിലിറ്റി വന്ന് അടുത്ത ജനറേഷൻ, ഞാൻ അന്ന് എടുത്ത് പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. അവർ ഇതിനേക്കാളും വലിയ ഇൻസൾട്ടും, കാരണം നിങ്ങളെ ഫോളോ ചെയ്തിട്ട് വരിക. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം വേണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വേണ്ടേന്ന് ഞാൻ ചോദ്യം പോലെ ചോദിച്ചു. കാരണം നാളെ ഈ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനേക്കാളും എക്സ്ട്രീം ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ടും ഇതിലോട്ടും പോകുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരെ സിനിമേനെ മാത്രമല്ല കൊല്ലുന്നത്, അവരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. ഒരു പറഞ്ഞ പോലെ ഓരോ വിളിപ്പേരുകളും ഓരോ ഇൻസൾട്ടും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര സംഘർഷം വരും അവർക്കൊക്കെ. അപ്പൊ ആ ലെവലിലോട്ട് പോകരുത്. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ, അല്ല നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ആൾക്കാർ വരില്ല എന്നുള്ള ചോദ്യം അടക്കം ഞാൻ ചോദിച്ചിട്ടുണ്ട്. കൃത്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടുകൂടി ഓടിയാണ് അല്ലെ. ഇനി നമുക്ക് പ്ലാനിങ് ഉണ്ട്, ഞാൻ കുറെ സിനിമകൾ ചെയ്യാറുണ്ട് അല്ലെ. ഇനിയിപ്പോ ചെയ്യാനുള്ള സിനിമയിൽ ഞാൻ വിശ്വാസമുള്ള ഒരു സിനിമ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞതാണ്, അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു സിനിമ പറയാൻ പറ്റുമോ? അല്ല, അത് ഞാൻ അതിന്റെ റിലീസിനോട് അടുക്കുമ്പോ അല്ലെങ്കിൽ പറയാം. വിശ്വാസമുള്ള ഒരു സിനിമയുണ്ട്, അത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുള്ള സിനിമയാണ്. അതെന്റെ ചേട്ടന്റെ സിനിമയാണ്, വർഷങ്ങൾക്ക് ശേഷം. അതിൽ വിശ്വാസമുണ്ട്. അതിൽ വിശ്വാസം കുറവ് ആർക്കും ഇല്ലല്ലോ. എനിക്ക് കോൺഫിഡൻസ് ഉള്ള 1-2-3 സിനിമകളുണ്ട്. അതിന്റെ റിലീസ് അനുബന്ധിച്ച് അതിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വരുന്ന സമയം ഞാൻ തീർച്ചയായിട്ടും പറയും. ഇതിപ്പോ ഫലം പറയുന്നത് ഭയങ്കര രീതിക്ക് എന്താണ് അതിന് മറ്റേ മുഖസ്ഥിതി പറയല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ എത്തിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ദീർഘവീക്ഷണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പരാജയപ്പെടുന്ന സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്, ലാൻഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഇപ്പോഴുള്ള ചോദ്യം വെച്ചാൽ ആ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്തൂടെ? കാരണം അതിന്റെ അഭിപ്രായം കൃത്യമായിട്ട് വെച്ചാൽ നമ്മളത് കുറക്കാനുള്ള ശ്രമങ്ങളും, അല്ലെങ്കിൽ ഇത് വിരസത തോന്നിയ സാധനങ്ങൾ റീഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവം തോന്നി. പിന്നെ തോന്നി അത് മാറ്റിക്കഴിഞ്ഞാൽ, അത് കട്ട് ചെയ്ത് പിന്നെയും ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്ലോ പോവും. കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലാഗ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ കേട്ടോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ വിട്ടുവെച്ചത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലത്ത് കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഇന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്ലൈമാക്സുകളോ, അതിൽ വലിയ സർപ്രൈസുകളോ സസ്പെൻസോ ഒന്നും ഇല്ല. കാരണം അത്തരം സസ്പെൻസുകൾ കൊടുക്കേണ്ട സിനിമയുമല്ല. ആ നാട്ടുമ്പുറത്ത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കുള്ളൂ. അതിനകത്ത് വലിയ മഹാത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പഴയ സിനിമകളുടെ ഒരു ഫോർമുലയുണ്ട്. പക്ഷെ ഇന്നത്തെ കുടുംബ പ്രേക്ഷകർക്ക് ഈ കാലം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം ഇത്തരം സിനിമകളും വേണം. ഈ കുടുംബ പ്രേക്ഷകർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഹൃദയം ക്യാമ്പസിലെ അല്ലെങ്കിൽ കോളേജ് പിള്ളേർ സെലിബ്രേറ്റ് ചെയ്ത സിനിമയാണ്. അതുപോലെ കുടുംബ പ്രേക്ഷകർക്ക് വല്ലപ്പോഴും കിട്ടുന്നതാണ് ഇതുപോലത്തെ ഇത്തരം സിനിമകൾ. അവർ തീർച്ചയായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തതും അത്തരം പ്രേക്ഷകരെയാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം.